ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സോ ഇറ്റ്സ് മീ ലച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മോർണിംഗ് വ്ളോഗാണ്. സോ അല്ല, മോർണിംഗ് ടു ആഫ്റ്റർനൂൺ എന്ന് പറയാം. സോ എന്താണ് രാവിലെ എന്താണ് ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. സോ എന്താണ് രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്ത് അങ്ങനെ ഒരു ക്ലൈമറ്റിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ എൻ്റെ ജേർണൽ ആണ് അതിനകത്ത് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇതിനകത്തല്ല ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെക്കുന്നത്, പക്ഷേ എന്താണ് ആ ഒരു ഡയറി സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ പഠിക്കേണ്ടാണ് ഇപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വെറുതെ ടു ഡു ലിസ്റ്റ് എഴുതി വെറുതെ പേജ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇതിനകത്ത് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുന്നത്. കാരണം ഇതിനകത്ത് ഇങ്ങനൊരു പേജ് ഉണ്ട്, ഇങ്ങനെ ഓഗസ്റ്റ് പ്ലാനിങ്, മെയ് പ്ലാനിങ്, അങ്ങനെ ഇതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഡയറി എടുക്കുന്നത്. എന്താണ് പിന്നെ എന്നിട്ടാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഞാൻ ചെയ്ത ജേർണൽസൊക്കെ ചെയ്ത് കാണിക്കണതാണ്. പിന്നെ പെയിൻറ്റിങ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കങ്ങനെ ജേർണൽ ചെയ്യാനായിട്ട് വലുതായിട്ട് അങ്ങനെ അറിയുന്നില്ലെങ്കിലും തട്ടിക്കൂട്ടി ചെയ്ത് അത് വളരെ ആക്കാനായിട്ട് എനിക്കറിയാം. സോ ഇതൊക്കെ കണ്ട ജേർണലായിട്ടൊന്നും തോന്നില്ല, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ. സോ എന്താണ് അങ്ങനെ ഇത് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കഴിഞ്ഞ വീണത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അപ്പോൾ അങ്ങനെ പിന്നെ എന്നിട്ടാണ് ഇതാണ് എൻ്റെ മിഡ് ടേമിൻ്റെ മാർക്സ്. എനിക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് തന്നെ ഉള്ളൊരു എക്സാം ഇല്ലേ, ഒരു മിഡ് ടേം അല്ല, എന്താണ് യൂണിറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ യൂണിറ്റ് ടെസ്റ്റ് അല്ല, ഇങ്ങനെ ഒരു ചാപ്റ്റർ മാത്രമായിട്ടുള്ള എക്സാം. അപ്പോൾ അങ്ങനെ പിന്നെ എന്നിട്ടാണ് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. എന്താണ് ഇങ്ങനെ മോർണിംഗ് സ്കിൻ കെയർ ഇപ്പോൾ ചെയ്യാത്തതുകൊണ്ട് എൻ്റെ മുഖത്ത് ഇപ്പോൾ കുരു വരുന്നുണ്ട്. പ്രത്യേകിച്ച് സൈഡിലായിട്ട് എന്തെങ്കിലും കറുപ്പ് കുരുവായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇങ്ങനെ ഞാൻ സ്കിൻ കെയർ ഒന്നും ചെയ്യാണ്ട് ഒരുമാതിരി ഇതായിട്ട് വെക്കണോണ്ടാണ്. പിന്നെ എന്നിട്ടാണെങ്കിൽ ഇനി ജൂലൈ തീരാറായിട്ടുണ്ട്. ഇനി ഓഗസ്റ്റ് ഞങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓൺ എക്സാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതിലാണ് ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും ഫാസ്റ്റിലാണ് ചാപ്റ്റേഴ്സൊക്കെ എടുത്ത് പോകുന്നത്. പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾക്കിപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ വരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഇതാണ്, ഞാൻ പാട്രിയോട്ടിക് സോങ്ങിനുണ്ട്, പിന്നെ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കോമ്പറ്റീഷന് ഞാനുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. ഈ ആഴ്ച മൊത്തത്തിലൊന്നും പോയിട്ടൊന്നുമില്ല ക്ലാസ്സിലായി, എന്ന് പറഞ്ഞാൽ മൊത്തം അവധിയാണ്. ഇപ്പോൾ ബാഗൊക്കെ കണ്ടോ, ഇന്ന് ഉണ്ടെന്നും പറഞ്ഞാൽ ഞാൻ ഇന്നലെ ടൈം ടേബിളൊക്കെ നോക്കി വെച്ചു, പക്ഷേ ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ആയിട്ടാണെങ്കിൽ കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത് പിന്നെ കിടന്നു പോയി. കാരണം എനിക്ക് അടിക്കണത് ഒട്ടും ഇഷ്ടമല്ല, ഇങ്ങനെ തളർന്നു പോകും അതിങ്ങനെ അടിച്ച് വരുമ്പോഴത്തേക്കും. അപ്പോൾ ഇങ്ങനെ കിടന്നപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. പുട്ടും മുട്ടക്കറിയായിരുന്നു നമുക്ക് കഴിക്കാനായിരുന്നു. മുട്ടക്കറി ചേച്ചിയുടെ സ്പെഷ്യലാണ് ഗൈസ്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ ആയിട്ട് ഞാൻ കുറച്ച് നേരം TV കണ്ടിരുന്നേച്ചു. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് പടം കണ്ടപ്പോൾ ഞാൻ പിന്നെ അത് കണ്ടിരുന്നേച്ചു, ആവേശം. കാരണം അത് എപ്പോൾ വന്നാലും വല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സീൻ വല്ലതും ആയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് വേറെ വല്ലതുണ്ടാകും, അല്ലെങ്കിൽ പഠിക്കാനുണ്ടാകും, അങ്ങനെ വരുന്നുണ്ടാകും. ഇപ്പോൾ കാണാനും പറ്റില്ല. ഇപ്പം ഞാൻ കുറച്ച് സീനേ കണ്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുളിക്കാൻ പോകാം ഗൈസ്. അപ്പം ഞാൻ പാരച്യൂട്ടിൻ്റെ എണ്ണയുണ്ട് ഞാൻ തലയിൽ തേക്കുന്നത്. അപ്പോൾ നല്ലോണം മസാജ് ചെയ്തായിരിക്കും ഞാൻ കൊടുക്കുന്നത്. നല്ലോണം മസാജ് ചെയ്ത് സ്കാൽപ്പിലൊക്കെ ചെയ്ത് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ഒരു കുളി പാസ്സാക്കി വന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് സ്കിൻ കെയർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ അതിനകത്ത് ടു ഡു ലിസ്റ്റിനകത്ത് എഴുതിയത് മോർണിംഗ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അലോവേര ജെല്ലാണ് മോയ്സ്ചറൈസറാക്കി ഇടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുരുവൊക്കെ ഏകദേശം പോയിട്ടോ അത് പറ്റുകൊണ്ട്. പിന്നെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവയുടെ, പിന്നെ ഐടെക്സ് പൊട്ടോട്ട് കൊടുക്കുന്നത്. പിന്നെ ആയുർവേദത്തിൻ്റെ ലിബാമാണ് ഞാൻ ചുണ്ടി തേക്കുന്നത്. അതാകുമ്പോൾ പിന്നെ ചുണ്ടൊന്നും പൊട്ടത്തൊന്നും ഇല്ല, പൊട്ടിയാലും ഇത് പറ്റി കൊടുത്താൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ചേച്ചി ന്യൂസ് കാണാറൊന്നും ഇല്ല, എന്നാലും വല്ല അവധി ആണോ നോക്കാൻ വേണ്ടി മാത്രം ന്യൂസ് വെക്കും, അല്ലാണ്ട് അങ്ങനെ ന്യൂസ് കാണുകയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചോറും കക്കയും അവിയലായിരുന്നു ഗൈസ്. എനിക്കിഷ്ടമൊന്നുമല്ല, എനിക്ക് അവിയൽ ഒട്ടും ഇഷ്ടമല്ല. അതിനകത്ത് ക്യാരറ്റ് മാത്രമേ ഞാൻ പറക്കി തിന്നും, അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ളതൊക്കെ അവിടെ വെക്കും. പിന്നെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴയും കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ അവിടെ നിൽക്കും. പിന്നെ ആണെങ്കിൽ അങ്ങനെ
എന്താണ് പിന്നെ എന്നിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. എന്താണ് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഈ കട്ട് ചെയ്ത് എടുക്കുമ്പോൾ നടക്കാറൊന്നും ഇല്ല അങ്ങനെയായിട്ട്. സോ ഇത്രേ ഉള്ളൂ. ബൈ.